ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ ചാനലിലെ വീഡിയോ കുറേ കാലമായി എന്നറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ പുതിയ വാക്സ് ബാട്ടിക് ചുരിദാർ മെറ്റീരിയൽ, അതായത് പ്യുവർ കോട്ടൺ എന്ന മെറ്റീരിയലിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ കുഞ്ഞ് റെക്കോർഡിന് ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാനായി കേട്ടോ. പണ്ട് ഇതൊക്കെ വരുന്ന സമയത്ത് ഓനിങ്ങനെ അതിൻ്റെ കവർ വെച്ചിട്ട് കളിക്കാനും ഇങ്ങനെ നോക്കി നിൽക്കലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ റെക്കോർഡിന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടില്ലേ, അതിങ്ങനെ അവനായിരുന്നു ആദ്യം അത് മുറിച്ചത്. നോക്കുമ്പോൾ അവന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ മുറിച്ച് കൊടുത്തു. അപ്പോഴേക്ക് അതൊക്കെ വിളിച്ച് റെഡിയാക്കി തരുന്നുണ്ട് നമ്മളെ ചങ്ങായി. നമ്മൾ റെക്കോർഡിന് ഇതെല്ലാം ചെയ്യാൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പം നമുക്ക് പാക്ക് പൊളിച്ചാലോ. നമ്മളെ ഒരു വിഷു കളക്ഷനായിട്ടും വേണമെങ്കിൽ കൂട്ടാകട്ടെ ഇത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലോ, അല്ലെങ്കിൽ പുറത്തൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങളുടെ അമ്മക്കും അമ്മമാർക്ക് മാമിമാർക്ക് അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമ്മൾ മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അതിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പൊടീൻ്റെ അലർജി ഭയങ്കരമായിട്ടുണ്ട്. അപ്പം പുതിയൊരു തുണീൻ്റെ ഒരു പാക്ക് ഓപ്പണാക്കി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ സൈഡായി. അതായത് അലർജി അധികമായി, ശ്വാസം മുട്ടലായി, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് എന്നല്ല കേട്ടോ, ഗ്ലൂക്കോസ് കയറ്റി. അങ്ങനെ ഒരു ദിവസമെല്ലാം അങ്ങനെ പോയി കിട്ടി. അപ്പം നല്ല ചുമയും ഇതൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക, എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ വൈകി പോയത് കേട്ടോ. അങ്ങനെ ഞാനും റെക്കോർഡ് ചെയ്താൽ കഷ്ടപ്പെട്ട് നമ്മളെ പാക്കൊക്കെ ഇതാ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ, എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത്. ഇൻസ്റ്റയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ ചോദിക്കലുണ്ട്, ചേച്ചി വീഡിയോ ഇടുമെന്നും പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ സമയം ഞാനിപ്പോൾ നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, 8:15 അങ്ങനെയാകുമ്പം ഇറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം 7 മണി 7:30, ചില സമയത്ത് 8:15 അങ്ങനെയൊക്കെ ആയിട്ടാകുമ്പോൾ വീട്ടിലെത്തുന്നത്. അപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിയും ജപമെല്ലാം കഴിഞ്ഞ് ഇറക്കണം, ചോറെല്ലാം കൊടുത്ത് പിന്നെ എനിക്ക് തന്നെ ചോറ് തിന്നാൻ കുറേ സമയം വേണം. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ പോകുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടാത്തത്. പിന്നെ വീഡിയോ എടുക്കാനൊരു ഇതില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മൾ ഫസ്റ്റ് വൺ വന്നിതാ ഈ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയാണ് നമ്മളെ ബാട്ടിക്കിൻ്റെ ആ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. പുറകിൽ പ്ലെയിനായിട്ട് ഒരു പൂക്കളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കോംബോ വന്നിട്ട് നമ്മളെ ഷോൾ വന്നിട്ട് നല്ല അടിപൊളി ബ്ലാക്കാണ്. അപ്പോൾ നല്ലൊരു പിങ്ക് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് വന്നിട്ടുള്ളത്. ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത വന്നിട്ട് ഈ ഒരു പച്ച ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. നമ്മളൊരു തത്തമ്മ പച്ചയൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഷെയ്ഡ്. അതിൻ്റെ പുറകിലത്തെ ഡിസൈനിങ്ങിനാണ്. അതിൻ്റെ ഷോൾ വന്നിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. എല്ലാത്തിൻ്റെയും ഷോൾ സൂപ്പറാണ്. പ്യുവർ കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ ഇരിക്കും കേട്ടോ, നല്ല വീതി നീളം ഒക്കെയുള്ള ഷോളാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ ഇതുപോലെയാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പുറകിൽ ഇതുപോലെ പ്ലെയിനിൽ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോംബോ ആയിട്ട് കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഒരു ഇഷ്ടികേൻ്റെ ഒരു കളറല്ലേ, നല്ല രസമില്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ഞാനിവിടെ എഴുതി കാണിക്കാം. അടുത്തതായിട്ട് നല്ലൊരു മെറൂണും അല്ല, എന്നാൽ പിന്നെ ബ്രൗണും അല്ല, ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കോംബോ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറിൽ, ഒരു ആകാശ നീലയല്ല, ആകാശപ്പച്ചയല്ല, ആകാശപ്പച്ച പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എനിക്ക് ഇംഗ്ലീഷിൽ ശരിക്കും ഈ കളറിൻ്റെ ശരിക്കൊരു പേര് പറയാൻ അറിയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വന്നിട്ട് ഈ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു റെഡ് കളറാണ്. അപ്പോൾ നല്ല റെഡൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട.
അപ്പോൾ നമുക്കിനി അടുത്ത ഷെയ്ഡ് നോക്കിയാലോ. ഇതാ ഈ ഒരു നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കളറില്ലേ, അതിൻ്റെ തന്നെ ഒരു കളറാണ്. അതിൻ്റെ പ്രിൻറ്റ് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കോംബോ ഷോൾ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മളിപ്പം വൈറ്റ് നോർമൽ ടോപ്പിൻ്റെ പ്ലെയിൻ ടോപ്പിൻ്റെ ഒപ്പമൊക്കെ നമുക്കിതിൻ്റെ ഷോൾ യൂസ് ചെയ്യേ വണ്ടിക്കൽ. അപ്പോൾ അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ്. ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ. അതിൻ്റെ കൂടെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു നീല കളറിൽ വന്നിട്ടുള്ളൊരു ഷോളും പാൻറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി വെച്ചും നമുക്ക് എന്ത് ചെയ്യുക, ടോപ്പ് അടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത് കൂടാതെ ഇതിന് ലൈനിങ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. അടുത്ത വന്നിട്ട് ഈ ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു പച്ച ഷെയ്ഡാണ് കേട്ടോ. അതായത് നല്ല കട്ടി പച്ച കളറാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വൈറ്റ് ടോപ്പ് പ്ലെയിനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷോൾ പെയർ ചെയ്യാം. അടുത്ത വന്നിട്ട് നല്ല അടിപൊളി ഒരു പിങ്ക് കളറാണ്. അതിൻ്റെ കോംബോ വന്നിട്ടുള്ളത് നല്ലൊരു പച്ച കളർ ഷോളുമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിലോ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വേണ്ടിക്കൽ അമ്മമാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും നല്ല മെറ്റീരിയലാണ്. അടുത്ത വന്നിട്ട് ഈ ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ ഇതുപോലെ വരും, പുറകിലത്തെ ഡിസൈൻ ഇതുപോലെ പ്ലെയിൻ ആണ്. ഇതിൻ്റെ കൊമ്പ് വന്നിട്ട് നമ്മൾ എവർഗ്രീൻ കളർ കൊമ്പ്, അതായത് പച്ചയും എന്താ പറയുക ചുവപ്പും അങ്ങനെ. അപ്പം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അടുത്ത വന്നിട്ട് ഈ ഒരു കളറാണ്. നല്ലൊരു ആദ്യം ഞാൻ കാണിച്ചൊരു തത്തമ്മ പച്ചയില്ല കളറിൽ, അതിൻ്റെ കോംബോ വന്നിട്ട് ഇങ്ങനെ. ഇത് നേരത്തെ കാണിച്ചൊരു കോംബോ തന്നെയാണ്, പക്ഷേ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. പിന്നെ ഷോൾ അതുപോലെ കുറച്ചൊരു നല്ലൊരു കട്ടി ബ്രൗൺ, അതിന് കട്ടിയൊരു മെറൂൺ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ഷോളാണ്. അടുത്ത വന്നിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്, പുറകിലത്തെ ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോംബോ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പച്ച കളറാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാൽ പാൻറ്റിൻ്റെ തുണി വെച്ച് നിങ്ങൾക്ക് ടോപ്പ് അടിക്കാൻ പറ്റും, പ്ലെയിൻ ടോപ്പ് അങ്ങനെ അടിക്കാം. അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡിലാണ്. ഇത് കളർ ഇപ്പോൾ നമ്മളൊരു ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, അതാണ്. അതിൻ്റെ കോംബോ ആണ് ഈ ഒരു ചണകപ്പച്ച കളറിൽ വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഓരോ മെറ്റീരിയലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കുന്നത് പോലെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ്. ഇപ്രാവശ്യം കുറച്ചധികം സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് വിഷു ഒക്കെ അല്ലേ, അതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഷോൾ വന്നിട്ട് ഇതാ ഈ ഒരു കോഫി കളർ, അങ്ങനെ പറയാം, അതൊരു പ്ലെയിൻ ഷോളാണ്, മിക്സഡ് അല്ല, പ്ലെയിൻ ഷോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് എന്താ ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കോംബോ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു നീലപ്പച്ച കളറിലുള്ളൊരു ഷോളാണ്. അടുത്ത വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്, നോർമൽ നമ്മളൊരു ബാട്ടി പ്രിൻ്റ് തന്നെ. പുറകിൽ ഇതുപോലെ പ്ലെയിനിൽ ചെറിയൊരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു നീല കളറാണ്, അത് കരിനീലയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത് എഡിറ്റും ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവാകുമെന്ന് അറിയില്ല. നല്ലൊരു കരിനീല കളറാണ് ഷോളും പാൻറ്റും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു വയലറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് വയലറ്റിൽ ഇതുപോലെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഷോൾ വന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്, അതായത് യെല്ലോ കളറിലാണ് ഒരു ഷോള് വന്നിട്ടുള്ളത്. പിന്നെ യെല്ലോ അല്ല, ഒരു കട്ടി ഓറഞ്ച് അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. അടുത്ത വണ്ടി നല്ലൊരു കട്ടി പച്ച കളറിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പുറകിൽ ഇതുപോലെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു റെഡ് കളറാണ്, നല്ല ഉദിച്ചിരിക്കുന്ന റെഡ് കളർ. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും മറക്കണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ, ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്.